1.5 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള ഒരു നിയമനം പോലും നടന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. PSC വഴി നിയമനം എന്നത് ആളുകൾക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടാനുള്ള സംവിധാനമാണ്. കാശിന്റെ തൂക്കം നോക്കി ആണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ എയ്ഡഡ് മേഖലയുടെ പങ്ക് പറ്റുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 1 മാസം തികയുന്നു അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട്. പക്ഷെ ഗവൺമെന്റ് അവരോട് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. നമസ്കാരം. കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ PSC വല്ലാതെ ചീത്തപ്പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് നിയമനം നടക്കുന്നില്ല, ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് PSCക്കെതിരായിക്കൊണ്ട് റാങ്ക് ഹോൾഡർമാരും റാങ്ക് ലിസ്റ്റിലുള്ളവരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റ് നടക്കൽ LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഇന്നേക്ക് 1 മാസം പിന്നിടുകയാണ്. തങ്ങളുടെ നിയമനം എന്താണ് നടത്താത്തത് എന്നുള്ളത് ചോദിച്ചുകൊണ്ടാണ് പാവം പിടിച്ച അധ്യാപക ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് നടക്കൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളർമതി ടീച്ചറുടെ നിരാഹാര സത്യാഗ്രഹം അടുത്തിരിക്കുകയാണ്. എന്നിട്ടും ഇനിയും അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് വളയൽ സമരമടക്കം LPST റാങ്ക് ഹോൾഡർമാരുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കേരള സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ ഹരിദാസനാണ്. ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡർ അസോസിയേഷനും UP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും അവരെ സഹായിക്കുന്ന പൊതുജനങ്ങളും ചേർന്ന് ഒരു മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചിരിക്കുകയാണ്. 11 മണി മുതൽ അത് ആരംഭിച്ചു. അവര് 1 മാസം തികയുന്നു അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട്. 5 ദിവസമായി LP സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി വളമതി ടീച്ചർ നിരാഹാരം അനുഷ്ഠിക്കുന്നു. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചിട്ടില്ല. ഈ സമരത്തിലേക്ക് അവരെ നയിച്ചത് 1.5 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള ഒരു നിയമനം പോലും നടന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. പുതിയ അക്കാഡമിക് ഇയർ വന്നപ്പോൾ അവർ വീണ്ടും പുതിയ ഗവൺമെന്റിനോട് പറഞ്ഞു. പക്ഷെ ഗവൺമെന്റ് അവരോട് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. ഉദ്യോഗാർത്ഥികൾ എന്ന് വേണം പറയാൻ. അവർ പാസ് എടുത്ത് പോയി മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും കണ്ടപ്പോൾ മാത്രം അവർ പറഞ്ഞു ഞങ്ങൾക്ക് 2 മാസം സമയം തരൂ എന്ന്. ഇവരാരും കേരളത്തിൽ ജീവിച്ചിരുന്നവരല്ലേ? മുഖ്യമന്ത്രി കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നു. അതുപോലെ എല്ലാ ആളുകളും വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. അവർക്ക് അറിയാത്ത വിഷയമല്ല ഇത്. ഇതിൻ്റെ ശരിയായ പ്രശ്നം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാരുകൾ കൊടുക്കുന്ന അമിത പ്രാധാന്യമാണ്. അതോടുകൂടി ഗവൺമെൻറ് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ വിദ്യാർത്ഥികൾ കുറയുന്ന ഒരവസ്ഥ വന്നു. അപ്പോഴാണ് LP സ്കൂൾ UP സ്കൂളിൽ അധ്യാപക ക്ഷാമം തന്നെ വരുന്നത്, വിദ്യാർത്ഥി ക്ഷാമത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ PSC നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു, ടെസ്റ്റ് നടത്തുന്നു, ഇൻ്റർവ്യൂ നടത്തുന്നു, ലിസ്റ്റ് ഇടുന്നു. അവസാനം ഒരാൾ പോലും നിയമിക്കപ്പെടാതെ പോകുന്നു. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമനങ്ങൾ PSCക്ക് വിടുക എന്നത് 1958 മെയ് 22-ാം തീയതി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഒരു വിധി പ്രസ്താവമാണ്. അതിൻ്റെ തുടർന്നാണ് കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പാസ്സായത്. പക്ഷേ വിമോചന കലാപം എന്ന് വിളിക്കാവുന്ന ഒരു കലാപത്തെ തുടർന്ന് EMS മന്ത്രിസഭ പിരിച്ചുവിട്ടു.
തുടർന്ന് വന്ന പട്ടംതാണുപിള്ള സർക്കാരാണ് വിദ്യാഭ്യാസ നിയമത്തിലെ 11-ാം വകുപ്പ് ഭേദഗതി ചെയ്ത് നിയമന അവകാശം മാനേജ്മെന്റിന് കൊടുത്തത്. പിന്നീട് EMS അടക്കമുള്ള പലരും കേരളം ഭരിച്ചെങ്കിലും അവർക്കൊന്നും തന്നെ പഴയ വിദ്യാഭ്യാസ നിയമത്തിൻ്റെതായ അന്തസത്ത പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നത്തിൻ്റെ ഉള്ള ശാശ്വത പരിഹാരം. 1 കോടി രൂപ കോഴ വാങ്ങിയാണ് നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറഞ്ഞത് മുൻ മന്ത്രിയും ഇപ്പോൾ അമ്പലപ്പുഴ MLA-യുമായിട്ടുള്ള സഖാവ് G. സുധാകരനാണ്. എത്രയോ തെളിവുകൾ, കോഴത്തെളിവുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്നു. ഈയിടെ 1 മാസം മുമ്പോ മറ്റോ ആണ് പാലക്കാട്ട് 35 ലക്ഷം രൂപ കോഴ വാങ്ങി നിയമനം നൽകാത്ത ഒരു മാനേജരോട് അല്ലെങ്കിൽ മാനേജറുടെ ഭർത്താവിനോട് കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ ആളെ മർദ്ദിക്കുകയും വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് പോലീസ് കേസായിരിക്കുന്നു. നവോത്ഥാന കേരളത്തിന് ഒരു നാണക്കേടായിട്ട് ഇത് മാറിയിരിക്കുന്നു. PSC വഴി നിയമനം എന്നത് ആളുകൾക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടാനുള്ള സംവിധാനമാണ്. കാശിന്റെ തൂക്കം നോക്കി ആണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. അധ്യാപകർ മാത്രമല്ല, ഒരു ഓഫീസ് അസിസ്റ്റന്റ് മുതൽ കോളേജ് പ്രൊഫസർ വരെ കാശ് കൊടുത്ത് നിയമനം നേടുന്ന ഈ അവസ്ഥ അവസാനിപ്പിച്ച് PSC വഴിയുള്ള നിയമനമാണ് നടത്തേണ്ടത്. ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ എയ്ഡഡ് മേഖലയ്ക്കും സമ്മതമായിരിക്കും, ഗവൺമെന്റിനും സമ്മതമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ എയ്ഡഡ് മേഖലയുടെ പങ്ക് പറ്റുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറ്റവും അവസാനം നമ്മൾ കേട്ടൊരു വാർത്ത, ഹയർ സെക്കൻഡറി അധ്യാപക നിയമന ഇന്റർവ്യൂവിൽ പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് കയറിക്കൂടാനുള്ള ശ്രമം നടത്തി പ്രതിഷേധം ഉയർന്നപ്പോൾ അവർ പിൻവാങ്ങി എന്നാണ്. അപ്പോൾ ഈ കോഴക്കച്ചവടത്തിൽ പങ്കാളികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ ആ പരിപാടി അവസാനിപ്പിച്ച് കേരള ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനം PSCക്ക് വിടാനുള്ള ഒരു തീരുമാനമെടുത്താൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കും. കോഴ നിയമനങ്ങൾക്ക് പകരം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ, കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ, സാമൂഹ്യ നീതി അടിസ്ഥാനത്തിലുള്ള സംവരണവും കൂടി ചേർത്തുകൊണ്ട്, അത് ജാതി സംവരണം എന്നൊന്നും പറയരുത്, ഇന്ന് സംവരണമില്ലാത്ത ഒരു വിഭാഗവും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുക. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലം മുതൽ തന്നെ LPSC റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രശ്നം വളരെ രൂക്ഷമായി തന്നെ ഉയർന്നു കേട്ട ഒന്നാണ്. ആ സമയത്ത് UDF നേതാക്കളും പ്രവർത്തകരുമെല്ലാം നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഈ റാങ്ക് ഹോൾഡർമാരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഭരണം മാറിയതിനു ശേഷവും തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ തങ്ങളോട് അനുഭാവപൂർണമായൊരു നിലപാട് സ്വീകരിക്കാനോ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോഴും തങ്ങളെ സമരത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്നുള്ളതാണ് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന LPSC റാങ്ക് ഹോൾഡർമാർ പറയുന്നത്. എന്തു തന്നെയായാലും സർക്കാർ തങ്ങളുടെ പരാതികൾ കേൾക്കുമെന്നും തങ്ങളോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളതാണ് അവരുടെ നിലപാട്.